ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 71, ശ്ലോകം 3-4. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാദാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 3. താർച്ഛാർപ്പിതാംഗ്രേസ്തവ താർച്ഛയേഷാം ശിക്ഷേവ വക്തോ ഭുവി നാമപാദം ഭൃഗോപദാഘാതകഥാം നിശമ്യ സ്വേനാഭിഷക്യം തദ്ദീപമോഘാൻ. അന്വയം അർത്ഥം. ഏഷ ഈ താർച്ച്യ അശ്വരൂപിയായ കേശി, ഭൃഗോ ഭൃഗമുനിയുടെ, കഥാം പാദപ്രഹരമേറ്റ കഥയെ നിശമ്യ കേട്ടിട്ട്, സേനാഭി തന്നെക്കാളും, തത് അത്, ശക്യം ഇതി സാധിക്കുമെന്ന്, മോഘാൻ ഇവ പ്രജ്ഞരുകൊണ്ടെന്ന്, താർച്ഛാർപ്പിതാംഗ്രി തവ ഗരുഡനിൽ പാദം അർപ്പിക്കുന്ന അങ്ങയുടെ, വക്ഷോഭുവി നാമ മാറിലാകട്ടെ, പാദത്തെ ചിക്ഷേപ പതിപ്പിച്ചു. ഹരി ഓം. സാരം: ഭൃഗു മഹർഷിയുടെ പാദാഘാതമേറ്റ കഥ താർക്ഷ്യരൂപനായ കേശി എന്ന അസുരൻ കേട്ടിട്ടുള്ളതിനാൽ തനിക്കും അപ്രകാരം ചെയ്യാൻ കഴിയുമെന്നവൻ വിചാരിച്ചിരുന്നതുപോലെ അജ്ഞതയാൽ ഗരുഡവാഹനനായ ഭഗവാന്റെ നെഞ്ചത്ത് ഇടതുകാൽ കൊണ്ട് ചവിട്ടി. ഹരി ഓം. ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 4. പ്രപഞ്ചയന്നസ്യ കുരാഞ്ജലം ദ്രാൻ അമും ജക്ഷേവിദൂരം സമൂർച്ഛിതോവി ഖ്യതിമൂർച്ഛിതേന ക്രോധോഷ്പണാകാദിതം ആദ്രുതാത്വാം. അന്വയം അർത്ഥം. അസ്യ കേശി എന്ന അസുരന്റെ കുരാഞ്ജലം കുളമ്പിന്റെ അറ്റം പ്രപഞ്ചയൻ തന്നിൽ പതിക്കാതെ തട്ടിമാറ്റി, ദ്രാഗ് വേഗം, അമുംച ഈ കേശി എന്ന അസുരനെയും ദൂരം വളരെ ദൂരത്തിലേക്ക്, ചിക്ഷേപ എറിഞ്ഞു, സഹ അവൻ, മൂർച്ഛിത ആവി ബോധം കെട്ട എങ്കിലും, അതിമൂർച്ഛിതേന അത്യധികമായ, ക്രോധോഷ്മണ ക്രോധത്തിന്റെ ചൂടിനാൽ, കാതിതും ഭക്ഷിക്കുന്നതിനായി, ത്വം അങ്ങയുടെ നേർക്ക്, ആദ്രുത ഓടിവന്നു. ഹരി ഓം. സാരം: കംസനയച്ച കേശി എന്ന അസുരൻ കാലുയർത്തി ഭഗവാനെ ചവിട്ടാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ അത് തട്ടി നീക്കി ആ കാലുകളിൽ പിടിച്ചു പൊക്കി ദൂരത്തേക്ക് അവനെ എറിഞ്ഞു. അവൻ ദൂരെ പോയി വീണു. ബോധം കെട്ടവനായെങ്കിലും ബോധം വീണപ്പോൾ അത്യന്ത കോപത്തോടുകൂടി ഭഗവാനെ തിന്നാനായി ഓടിയെടുത്തു. ഹരി ഓം.